പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണിയുമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാൻ ഉത്തരവിട്ടു. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ DGP രാജീവ് കുമാറിനെയും മാറ്റിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? ഏതൊക്കെയാണ് സുപ്രധാന മാറ്റങ്ങൾ? സുപ്രധാന മാറ്റം എന്നുള്ളത് പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ വിശ്വസ്തൻ എന്ന് വിളിക്കാവുന്ന DGP ആണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. രാജീവ് കുമാറിനെ പകരം എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരമില്ല. രാജീവ് കുമാറിനെ മാറ്റിയിരിക്കുന്നു. ഇത് കൂടാതെ 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റിയിട്ടുണ്ട്. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അതിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. അവിടെയുള്ള ആഭ്യന്തര സെക്രട്ടറിമാരെയാണ് മാറ്റിയിരിക്കുന്നത്. ഇത് കൂടാതെയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം മിസോറാമിന്റെയും ഹിമാചൽ പ്രദേശിലെയും സെക്രട്ടറി ജനറൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് മാറ്റം കൂടി, പൊതുഭരണ വകുപ്പിന്റെ തലവന്മാരുടെ മാറ്റം കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ പക്ഷപാതപരമോ മമതാപരമോ ആയിട്ടുള്ള നിലപാടുകൾ ഏതെങ്കിലും പാർട്ടി, അത് ഭരണപക്ഷത്തോടാണെങ്കിലും അല്ലെങ്കിലും ഉള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കും. അഥവാ മുൻവിധികൾ ചില ഉദ്യോഗസ്ഥർ സൃഷ്ടിച്ചിട്ടുണ്ട്, അവരെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിലും ഏറ്റവും ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി നടത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം 6 സംസ്ഥാനങ്ങളിൽ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാൻ ഉത്തരവിട്ടു. ഇതിൽ പ്രധാനം പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ DGP രാജീവ് കുമാറിനെ മാറ്റിയെന്ന വാർത്തയാണ്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.